Hello guys, welcome back to my YouTube channel. അപ്പം നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പം ഞാനിപ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഏച്ചീൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവരവിടെ എത്തിയിട്ടുണ്ട്, നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം അതൊരു ചെറിയ വ്ളോഗായിട്ട് നാളെ എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ ചെറിയ വ്ളോഗായിട്ട് എടുക്കാമെന്ന് വെച്ചു. അപ്പം എനിക്കില്ലേ ഈ ഇൻട്രോ എടുക്കുമ്പോൾ എന്തൊക്കെയോ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കും, പക്ഷേ ഇൻട്രോ എടുക്കുമ്പോൾ എന്തെയും പറയില്ല അതൊന്നും. അങ്ങനെ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കില്ലേ അവരെ പകുതി ഫോട്ടോസും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഞാനും എടുക്കാൻ കൂടി. നമ്മളാണെങ്കിൽ 2 കോസ്റ്റ്യൂമിലാണ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ കോസ്റ്റ്യൂം വേറെ സ്ഥലത്ത് പോയിട്ടാണ് എടുത്തത്. അങ്ങനെ ഏച്ചിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഏട്ടൻ ജോലിക്ക് പോയി കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നലെ ഞാൻ വെച്ചാൽ ഒരു ക്ലിപ്പായിട്ട് എടുത്ത് വെച്ചിട്ട് പോയിട്ടേ ഉള്ളൂ. ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഞാൻ നീലക്കോയിലാണ് ക്യാമറയും പിടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നമുക്ക് വീഡിയോസിലേക്ക് പോവാം. ഇനി ഞാൻ ഏച്ചിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഭയങ്കര വെയിൽ ഗായ്സ്. ഞാൻ ഏച്ചിൻ്റെ വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. ഏട്ടൻ കൂട്ടാൻ വരുന്നു പറഞ്ഞു. അപ്പം ഇതാരാന്ന് നോക്കിയാൽ ഇതാണ് കേട്ടോ നമ്മളെ ബർത്ത്ഡേ ഗേളും കൂടിയിട്ടാണ് നന്നെ കൂട്ടാൻ വന്നിട്ടുണ്ട്. നന്നെ നോക്കിയാണ് ഞാൻ പറയുന്നത്, നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. അതിനുശേഷം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ബൈ ദ ബൈ ഞാനാണ് ഇന്നത്തെ ഷെഫ് ഗായ്സ്. ഉച്ചയ്ക്ക് വല്ല പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെ നാടൻ ഭക്ഷണം തന്നെയാണ്. അപ്പം മേച്ചി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുഞ്ഞിനെ എടുത്ത് നടക്കുന്നുണ്ട്. അപ്പം ചിക്കൻ വരട്ടിയതും പിന്നെ എന്തൊക്കെയോ കറികളും കൂട്ടിയിട്ടുള്ള ഫുഡായിരുന്നു ഉച്ചയൂണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബാക്കി പണികളിലേക്ക് കടന്നത്. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ നുറുക്കി കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. ബിരിയാണിക്ക് ഉള്ളി എടുക്കുമ്പോൾ എപ്പോഴും നൈസായിട്ട് അരിഞ്ഞു വെക്കണം ഗൈസ്. ഞാൻ വലിയ ഷെഫൊന്നും അല്ലെങ്കിലും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ അരിഞ്ഞു വെച്ചത്. ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബിരിയാണി കിടിലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ ആവുമ്പോൾ മധുരം വേണം. മധുരത്തിന് എന്താക്കാം, നമുക്ക് പായസമാക്കാം. നല്ല പാലട പായസം കൂടി ഞാൻ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താന്ന് അറിഞ്ഞൂടാ, ഞാൻ അങ്ങോട്ടേക്ക് വീഡിയോ എടുത്തില്ല. ഞാൻ വീട്ടിൽ വന്നു, കുളിക്കലും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞാൻ അവിടെ എത്തിയതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എന്താ കുഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ആ ഉറക്കം മൂടുന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലോ കളി കളിച്ചു. അതിന് ശേഷം കുറച്ച് സമയം കുഞ്ഞിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാമനും മോളും അവിടുന്ന് ഗംഭീര കളിയാണ്. പിന്നെ നമ്മൾ എന്താ വെയിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഏച്ചിയുടെ കാലത്ത് നിന്നെയാണ് കേട്ടോ. ഏച്ചി വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ മുറിച്ചോ. എന്തായാലും ഏച്ചി വരുന്നതല്ലേ, നമുക്ക് ഒപ്പരം മുറിക്കാന്ന് വെച്ചിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്ടിരുന്നു. അങ്ങനെ ഫാമിലി ആയിട്ട് അവർ കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ഇത്രയേ ഉള്ളൂ പിറന്നാൾ ആഘോഷം. അതായത് ചെറിയ രീതിയിലേ കഴിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ പിറന്നാളും രണ്ടാമത്തെ പിറന്നാളെല്ലാം നല്ല രീതിയിൽ കഴിച്ചതുകൊണ്ട് ഇത് വലിയ ഡെക്കറേഷൻ ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് നമ്മളെ ഫാമിലിനെ മാത്രം വിളിച്ച ഒരു ചെറിയ കേക്ക് കട്ടിങ് ഫുഡ് അടിയും മാത്രം. അപ്പം ബിരിയാണിയൊക്കെ എല്ലാവർക്കും വിളമ്പി വെച്ചു. ഏച്ചി ആണെങ്കിൽ കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും വിളമ്പി വെച്ചത് ഒറ്റക്ക് പോയിരുന്നതിൻ്റെ ചിരിയാണ് അത്. സൂപ്പറാ അങ്ങനെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നില്ല കുറച്ച് സന്തോഷമൊക്കെ എൻ്റെ മുഖത്തുണ്ടായിരുന്നു. എത്ര ആൾ പറഞ്ഞാലും എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന സാധനം അതൊരു വായിന്ന് നല്ല വർത്താനം പറയൂല. അത് അങ്ങനത്തെ ഒന്നാ കണ്ടില്ലേ. ഞാൻ ഏട്ടനോട് ചോദിച്ചു എങ്ങനെയുണ്ട്. തിരിഞ്ഞ് നിന്ന് ഫുഡ് കഴിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ലാസ്റ്റ് ഞാനും ഏച്ചിയും കൂടിയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എടുത്തു പിടിക്കാൻ. ബൈ.